നമ്മുടെ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസിയാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്ന് പറയാം. RBI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റിപ്പോ റേറ്റ് ആണ്, റീപർച്ചേസ് റേറ്റ്. എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ? റിപ്പോ റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് lends money to commercial bank when there is a shortage of fund. കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടാകുന്ന ടൈമിൽ എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് മണി ലെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിപ്പോ എന്ന് കണ്ടിട്ടുണ്ട്, എന്ത് ചെയ്യും? RBI എന്ന് ഓർത്താൽ മതി. RBI എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നതാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന മണിക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. ഇൻ സിംപ്ലർ ടേംസ്, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക് ബോറോ മണി ഫ്രം ദ സെൻട്രൽ ബാങ്ക് ഫോർ ഷോർട്ട് ടൈം നീഡ്സ്. എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തുനിന്ന് എടുക്കുന്ന ലോൺ അല്ലേ, അതിന് വരുന്ന റേറ്റ്. യൂഷ്വലി എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇതിന് എന്ത് വേണ്ട ആവശ്യമില്ല? ഗവൺമെൻറ് സെക്യൂരിറ്റി ഒന്നും വേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റീപർച്ചേസ് എഗ്രിമെൻറ്റ് റേറ്റ് ഓർ RP റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് എഗ്രിമെൻറ്റ് റേറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോ റേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളെന്താ പറഞ്ഞാൽ, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന ലെൻഡ് ചെയ്യുന്ന മണിക്ക് വരുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് അല്ലേ? അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം. എന്താ നോക്കാം. When commercial bank park excess fund with the Reserve Bank of India for a short period, the RBI pays interest on this deposit and this interest rate is called reverse repo rate, which is the opposite of the repo rate. എന്താ പറയുന്നത്? അത് തന്നെ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് വരുന്ന എക്സസ് ആയിട്ടുള്ള ഫണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം ഫോർ ഷോർട്ട് പീരിയഡ്, കുറച്ച് കാലത്തേക്ക് മാത്രം. അപ്പം അതിന് എന്ത് ചെയ്യും? RBI ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ? ആ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇത് റിപ്പോ റേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കടം എടുക്കും. അതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, വിത്തിൻ ദ കൺട്രി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. ദ RBI യൂസസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ് ടു മാനേജ് ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. അപ്പം ഇതെന്തിനെ യൂസ് ചെയ്യുന്നത്? മാനേജ് ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റിവേഴ്സ് റിപ്പോ കാൽക്കുലേറ്റഡ് ഡെയിലി. റിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെയിലി ആയിരിക്കും കേട്ടോ. അപ്പോൾ RBIൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുക? കൊമേഴ്ഷ്യൽ ബാങ്കിന് റേറ്റ് കിട്ടുക, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുക അല്ലേ? ഓക്കെ, അടുത്തത് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, LAF അല്ലെങ്കിൽ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ഈസ് എ മോണിറ്ററി പോളിസി ടൂൾ യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു മാനേജ് ലിക്വിഡിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി വന്നത്. ഇതൊരു മോണിറ്ററി പോളിസി ടൂളാണ് അല്ലേ? അപ്പം അലൗവിങ് ബാങ്ക്സ് ടു ബോറോ ഓർ ലെൻഡ്സ് ഫണ്ട് ത്രൂ റീപർച്ചേസ് ആൻഡ് റിവേഴ്സ് റിപ്പോ എഗ്രിമെൻറ്റ്സ്. എന്താ പറയുന്നത്? ബാങ്കുകൾക്ക് ബോറോ ചെയ്യാനോ അല്ലെ പൈസ ലെൻഡ് ചെയ്യാനൊക്കെയുള്ള ഇതുണ്ട്. ഏത് വഴി? റീപർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ എഗ്രിമെൻറ്റ് വെച്ചിട്ട്. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. റിപ്പോ ഓപ്പറേഷൻസ്. ബാങ്ക് ക്യാൻ ബോറോ ഫണ്ട്സ് ഫ്രം ദ RBI. റിപ്പോ നമ്മൾ പഠിച്ചു. എന്താ? സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പം ബോറോ ഫണ്ട്സ് ഫ്രം ദ RBI ബൈ സെല്ലിങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്തുകൊണ്ട് RBIൻ്റെ കയ്യിൽ നിന്ന് ബാങ്കുകൾ വാങ്ങുന്ന പൈസ അല്ലേ? വിത്ത് ആൻ എഗ്രിമെൻറ്റ് ടു റീപർച്ചേസ് ദം അറ്റ് എ ലേറ്റർ ഡേറ്റിന് എന്ത് ചെയ്യാം? റീപർച്ചേസും ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ ഓപ്പറേഷൻസ്. Bank can lend excess fund to the RBI by purchasing government securities from the RBI. എന്താ പറയുന്നത്? ബാങ്കുകൾക്ക്
RBIക്ക് എന്ത് ചെയ്യാം, എക്സസ് ആയിട്ടുള്ള ഫണ്ട് ലെൻഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെ? സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തുകൊണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBIൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട്, വിത്ത് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ദം ബാക്ക് അറ്റ് എ ലേറ്റർ ഡേറ്റിന് സെല്ലും ചെയ്ത് കൊടുക്കുക എഗ്രിമെൻ്റ് അനുസരിച്ച്. ഇനി ഇൻട്രഡ്യൂസ് ദ LAF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് റിഫോംസ്. നരസിംഹം കമ്മിറ്റീൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ത്? റെക്കമെൻഡേഷൻ പ്രകാരം വന്നതാണ് LAF, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ഓക്കെ, LAF ഈസ് ഓൾസോ നോൺ ആസ് ലിക്വിഡിറ്റി കോറിഡോർ ഓർത്തിരിക്കുക കേട്ടോ. LAFൻ്റെ മറ്റൊരു പേരാണ് ലിക്വിഡിറ്റി കോറിഡോർ. നരസിംഹം കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷനാണത്. ഇനി ബേസ് റേറ്റ് സിസ്റ്റം. ദ ബേസ് റേറ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഓൺ ജൂലൈ 1, 2010 അല്ലേ? 2010 ജൂലൈ 1 എന്ത് വന്നത്? ബേസ് റേറ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത്. ദ ബേസ് റേറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെറ്റ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിലോ വിച്ച് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ഫണ്ട്സ് ടു ദെയർ കസ്റ്റമേഴ്സ്. എന്താ പറയുന്നത്? ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് RBI ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ റേറ്റിന് താഴെ എന്ത് ചെയ്യാൻ പാടില്ല? ലോൺ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വെക്കാൻ പാടില്ല കസ്റ്റമേഴ്സിന് കേട്ടോ. ബാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് അലൗഡ് ടു ലെൻഡ് ഫണ്ട് ടു ദെയർ കസ്റ്റമേഴ്സ്. അതിൽ താഴെ, ആ ഒരു റേറ്റിന് താഴെ ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. The RBI rules specify that unless there is a government mandate, no bank may offer loans at an interest rate lower than base rate. ബേസ് റേറ്റിനേക്കാളും താഴെ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ഓഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ബാങ്കുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് ഗവൺമെൻറ് മാൻഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. RBI സ്പെസിഫൈ ചെയ്യുന്ന റൂൾസൊക്കെ ഉള്ള. ബാങ്ക്സ് ആർ ഫ്രീ ടു ചാർജ് ഇൻട്രസ്റ്റ് റേറ്റ് എബവ് ദ ബേസ് റേറ്റ്. ബേസ് റേറ്റിന് മുകളിൽ എന്ത് ചെയ്യാം? ബാങ്കുകൾക്ക് ഫ്രീ ആയിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. ബട്ട് ദേ കനോട്ട് ലെൻഡ് ബിലോ ഇറ്റ്. അതിൽ താഴെ ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇനി മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്, MCLR കേട്ടോ. മാർജിനൽ കോസ്റ്റ് MC, കോസ്റ്റ് ഓഫ് ഫണ്ട് എന്നുള്ള ഒരുമിച്ച് പറയാം. മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് MC. ഇനി ബേസ്ഡ് ലെൻഡിങ് റേറ്റ് എന്നുള്ള LR, ലെൻഡിങ് റേറ്റ്. April 1, 2016 the RBI replaced the base rate system with a marginal cost of fund-based lending rate to determine lending rates for commercial bank. എന്താ പറയുന്നത്? നമ്മുടെ ബേസ് റേറ്റ് സിസ്റ്റത്തിനെ എന്ത് ചെയ്തു? റിപ്ലേസ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? MCLR അല്ലേ? മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് വന്നത്. നമ്മുടെ ബേസ് റേറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മിനിമം റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ അതിനെ റിപ്ലേസ് ചെയ്തിട്ടാണ് MCLR വന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? ടു ഡിറ്റർമൈൻ ലെൻഡിങ് റേറ്റ്സ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ലെൻഡിങ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? In other words, MCLR is the minimum lending rate below which a bank cannot lend. ഇവിടെ എന്താ പറയുന്നത്? ലെൻഡിങ് റേറ്റ് ഒരു മിനിമം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ലെൻഡിങ്ങിന് ഒരു എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ടിൽ താഴെ ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. The RBI introduced MCLR to enhance monetary policy transmission and increase transparency in the interest rate setting. അപ്പം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തതാണിത്. ഇപ്പം എന്ത് ചെയ്യും? മോണിറ്ററി പോളിസി ട്രാൻസ്മിഷനൊക്കെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ട്രാൻസ്പെറൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് MCLR കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ പറയും. ദിസ് ഈസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ്സ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് റിക്കറിങ് കൊളാട്രൽ. എന്താ പറയുന്നത്? സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കും കേട്ടോ. ഇനി സെക്ഷൻ 49 അതിനെക്കുറിച്ച് പറയുന്നത്. RBI ആക്ടിൻ്റെ സെക്ഷൻ 49 ബാങ്ക് റേറ്റിനെ കുറിച്ച് പറയുന്നത്. ഡിഫൈൻസ് ബാങ്ക് റേറ്റ് ആൻഡ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഈക്വൽ ടു ബാങ്ക് റേറ്റ്.
ബാങ്ക് റേറ്റുമായിട്ട് ഈക്വൽ ആണ് വേസ് ആൻഡ് മീൻസ് അല്ലേ. അഡ്വാൻസ് എന്താണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ 1997 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു ഷോർട്ട് ടൈം ലോൺ ആണ് അല്ലേ. ഓക്കെ, റീപേയബിൾ ആയിട്ടുള്ള പീരീഡ് 90 days ആണ്. 90 daysൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ദ ബാങ്ക് റേറ്റ് ഈസ് എ ടൂൾ ഫോർ മോണിറ്ററി പോളിസി യൂസ്ഡ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ലിക്വിഡിറ്റി. ഇൻഫ്ലേഷനും ലിക്വിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ബാങ്ക് റേറ്റ് വന്നിട്ടുള്ളത് അല്ലേ. അടുത്തത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ആണ്. MSFR, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഈസ് എ മെക്കാനിസം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ 2011 ഇൻട്രൊഡ്യൂസ് ചെയ്ത അലവിങ് ബാങ്ക്സ് ടു ബോറോ ഫണ്ട്സ് ഫ്രം ദ RBI എഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ബാങ്കുകൾക്ക് ബോറോ ചെയ്യാം. എവിടുന്ന്, RBIൻ്റെ കയ്യിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ബോറോ ചെയ്യുന്ന ഫണ്ട് അല്ലേ. വെൻ ഫേസിങ് അക്വേറ്റ് ലിക്വിഡിറ്റി ഷോർട്ടേജ് എസ്പെഷ്യലി ഡ്യൂറിങ് എമർജൻസി ഓർ വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് നമുക്കിപ്പോൾ ഫണ്ട് വേണമെന്നിരിക്കുക. അപ്പോൾ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, RBIൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യാം എന്നാണ് പറയുന്നത്. ആ ഒരു മെക്കാനിസത്തിന് പറയുന്നതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ദ MSF ആക്ട് ആസ് എ സേഫ്റ്റി നെറ്റ് ഫോർ ബാങ്ക്സ്, providing them with a way to access overnight liquidity when interbank liquidity dries up. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർബാങ്ക് ലിക്വിഡിറ്റി ഇല്ലാണ്ടാവുന്ന ടൈമിൽ ഓവർനൈറ്റ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സേഫ്റ്റി നെറ്റായിട്ടാണ് പറയുന്നത് ബാങ്കുകളിലെ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ദ MSF റേറ്റ് ഈസ് ടിപ്പിക്കലി സെറ്റ് ഹയർ ദാൻ റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റിനേക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്, MSFൻ്റെ റേറ്റ് എന്നാണ് പറയുന്നത്. ബാങ്ക് ക്യാൻ ബോറോ ഫണ്ട്സ് അപ് ടു 1% ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. NDTL എന്ന് പറഞ്ഞാൽ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ്. അപ്പം എന്താ, ബാങ്കുകൾക്ക് ബോറോ ചെയ്യാം അവരുടെ NDTLൻ്റെ 1% അല്ലേ, അപ് ടു NDTL 1% ഓഫ് NDTL. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 18 സെക്ഷൻ 18 ഓഫ് BR ആക്ട് അല്ലേ. അപ്പം അതിലെന്താ പറയുന്നത്, ദ ക്യാഷ് റിസർവ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹോൾഡ് എ സ്പെസിഫിക് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ് ആസ് റിസർവ് ഈതർ ഇൻ ക്യാഷ് ഓർ ആസ് ഡെപ്പോസിറ്റ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ CRR എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ റിസർവിൻ്റെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് മാറ്റി വെക്കുന്നതിനെയാണ് CRR എന്ന് പറയാം. അത് സെക്ഷൻ 18 BR ആക്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഇത് സെക്ഷൻ 18 BR ആക്ട് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കേസാണ് കേട്ടോ. ഇനി സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ SLR, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിരിക്കണേ. Banks are required to maintain a minimum percentage of their net demand and time liabilities in the form of liquid asset like cash, gold and government securities known as the statutory liquidity ratio, which reserve as a safety net for commercial bank. എന്താ പറയുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഒരു മിനിമം പെർസെൻറ്റേജ് റിസർവ് ആയിട്ട് ലിക്വിഡ് അസറ്റിൻ്റെ രൂപത്തിൽ ക്യാഷ്, ഗോൾഡ്, ഗവൺമെൻറ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം. അതാണ് സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ. റിസർവായിട്ട് സ്വന്തം കയ്യിൽ തന്നെ വെക്കണം. പക്ഷേ CRR എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കിൽ റിസർവായിട്ട് ഹോൾഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയാണ് STF. ഇറ്റ് ഈസ് ആൻ അഡീഷണൽ ടൂൾ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ RBI ഇൻ April 2022. April 2022 RBI ടൂൾ കൊണ്ടുവന്നത്. ടു അബ്സോർബ് എക്സസ് ലിക്വിഡിറ്റി ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് എല്ലാത്തിനും പൈസ ആയിരിക്കും, പക്ഷേ പണത്തിന് മൂല്യം ഉണ്ടാവില്ല അല്ലേ. അപ്പം എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണിത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി കൊളാട്രൽ ആൻഡ് ഹെൻസ് സ്ട്രെങ്തൻസ് ദ ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്ക് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോൾ ഇതിന് എന്തിൻ്റെ ആവശ്യമില്ല, കൊളാട്രലിൻ്റെ ആവശ്യമില്ല. കൊളാട്രൽ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. It is available on all days of the week throughout the year and replaces fixed rate reverse repo. അപ്പം ഒരാഴ്ചയിലെ എല്ലാ ദിവസവും ഇതുണ്ടാവും, അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം
ഇതെന്ത് ചെയ്യുന്നു? റിപ്ലേസസ് ദ ഫിക്സഡ് റേറ്റ്സ് റിവേഴ്സ് റിപ്പോയിനെ റിപ്ലേസ് ചെയ്യുന്നു ആസ് ദ ഫ്ലോർ ഓഫ് ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി കോറിഡോർ. ദ എസ് ടി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി കേട്ടോ. സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. Rate is the interest rate at which the RBI accept collateralized uncollateralized overnight deposit from banks. എന്താ പറയുന്നത്? സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് RBI. SFDR ഈസ് ഓൾവേസ് 25 basis points below the policy repo rate. പോളിസി റിപ്പോ റേറ്റിനേക്കാളും 25 basis points താഴെയായിരിക്കും എന്നാണ് പറയുന്നത്. SFDR സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റിയാണ് STF കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ടൂൾസ്. എന്തിൻ്റെ ടൂൾസ്? അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസിയിലെ RBIൻ്റെ ടേംസ് ആണ്, റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക് യു.